സജീഷ് നേരത്തെ CPM നിലപാടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാജിയിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം സമ്മർദ്ദം ഹൈക്കോടതി ഉത്തരവിലുണ്ട്. പക്ഷേ CPM അതിനെ ആ നിലയ്ക്ക് കാണുന്നുണ്ടോ? സ്മൃതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുന്നേയുള്ളൂ. പാർട്ടിക്കുള്ളിലുള്ള ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടാൻ തന്നെ ഒരുപക്ഷെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെള്ളിയാഴ്ചയാണ് സെക്രട്ടറി യോഗം ചേരുക. ഒരുപക്ഷെ ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് CPM കടന്നേക്കും. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ വിമർശനമാണ്. അത് വിമർശനം കുറെ കൂടി ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് പാർട്ടി നേതൃത്വത്തിലെ ചില മുതിർന്ന അംഗങ്ങൾക്ക് വിലയിരുത്തലുണ്ട്. പക്ഷേ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു തവണ അദ്ദേഹം രാജിവെച്ച പശ്ചാത്തലത്തിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് രാജിയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നൊരു പൊതു വിലയിരുത്തലാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന സൂചനകൾ. അതിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധാർമ്മികമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് എതിരാണ്, ചില നിരീക്ഷണങ്ങൾ എതിരാണ്. പ്രഥമ ദൃഷ്ട്യാ സംശയിക്കാവുന്ന ചില പരാമർശങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഭരണഘടനയെ മാനിക്കുന്ന രീതിയിലല്ല സജി ചെറിയാന്റെ വാക്കുകൾ, ആ ഭാഷയും നല്ലതല്ല എന്നീ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന ഒരു ഡയറക്റ്റ് പ്രസ്താവന ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല, അതുകൊണ്ട് ഒരു തുടരന്വേഷണത്തിലേക്ക് പോകണം എന്നതാണ്. അതുകൊണ്ട് തുടരന്വേഷണം എന്ന ഒരു തുമ്പ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആയുധം സജി ചെറിയാന്റെയും പാർട്ടിയുടെയും മുന്നിലുണ്ട്. അപ്പോൾ ആ അന്വേഷണം കഴിയുന്നതുവരെ, അല്ലെങ്കിൽ ആ അന്വേഷണം കഴിയട്ടെ, ആ അന്വേഷണത്തിൽ സജി ചെറിയാൻ കുറ്റക്കാരനാണ് അല്ലയോ എന്ന കാര്യത്തിൽ കോടതി തീർപ്പിലെത്തട്ടെ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധം CPMന്റെയും സജി ചെറിയാന്റെ മുന്നിലുണ്ട്. അത് മുന്നോട്ട് വെച്ചിട്ട് ഈ അന്വേഷണം കഴിയുന്നവർ അദ്ദേഹം മന്ത്രിയെ തുടരട്ടെ. ഒരു തവണ അദ്ദേഹം രാജിവെച്ചതാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തിരികെ വന്നത്. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് കഴിയുന്നതുവരെ കാത്തിരിക്കാം എന്നൊരു നിലപാടിലേക്കായിരിക്കും CPIM പോകുന്നത്. സജി ചെറിയാൻ അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാണ്. അദ്ദേഹം നിയമ നടപടികളിൽ കടക്കുകയാണ്. ഇനിയും മേൽക്കോടതികൾ മുന്നിലുണ്ടല്ലോ, ആ മേൽക്കോടതിയിൽ ഞാൻ പോകും, നിയമപരമായ എല്ലാ വഴിയും തിരഞ്ഞെടുക്കും, എൻ്റെ ഭാഗം കേട്ടിട്ടില്ല. അങ്ങനെ വളരെ വ്യക്തമാണ്. ഒരു രാജിയിലേക്ക് സജി ചെറിയാൻ ഇപ്പോൾ പോകുന്നില്ല. CPM അതിന് നിർബന്ധിക്കുകയുമില്ല. ശരി, ശ്യാം ദേവരാജിലേക്ക് വീണ്ടും. ശ്യാം, ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് അഡ്വക്കേറ്റ് നോയലിന്റെ ഹർജിയിന്മേലാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ആ ഉത്തരവിൽ അപ്പോൾ നടന്നിരിക്കുന്ന പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, കീഴ്ക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാമർശങ്ങൾ എന്താണ്? സജി ചെറിയാനെതിരായിട്ടുള്ള പരാമർശങ്ങൾ, ഇതിൽ ഹൈക്കോടതി ഇങ്ങനെയാണ് നിരീക്ഷണങ്ങൾ നടത്തുന്നത്. സജി ചെറിയാന്റെ വാക്കുകൾ നല്ല ഭാഷയിലല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്നുകൂടി ആ ഉത്തരവിൽ ഹൈക്കോടതി തുറന്ന കോടതിയിൽ പറഞ്ഞ ആ വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കീഴ്വായ്പൂർ പോലീസ് സജി ചെറിയാന്റെ ഈ ഭരണഘടനയെ അവഹേളിക്കുന്ന പ്രസംഗത്തിൽ നടത്തിയ ആ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുന്നതല്ല, നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനയെ അപമാനിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നായിരുന്നു സജി ചെറിയാൻ പോലീസിന് നൽകിയ മൊഴി. ആ മൊഴിയാണ് പോലീസിന്റെ നിലപാടായി എടുത്തതും കോടതിയിൽ നൽകിയതും ആ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയതും. അതിൽ ഈ കേസ് നിലനിൽക്കില്ല, അതായത് ഭരണഘടനയെ അവഹേളിക്കുക എന്ന ഉദ്ദേശമില്ല എന്ന ഭാഗത്തിൽ അത്തരമൊരു ഉദ്ദേശമില്ല, അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയെ അപമാനിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന പോലീസിന്റെ ഈ നിലപാട്, ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഹൈക്കോടതി അപ്പാടെ തള്ളുകയാണ്. സർക്കാരിന്റെ ഈ വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, മജിസ്ട്രേറ്റിന് മുന്നിൽ നിരവധിയായ സാക്ഷിമൊഴികൾ കൂടി ഉണ്ടായിരുന്നു. ആ സാക്ഷിമൊഴികളും മജിസ്ട്രേറ്റ് പരിഗണിച്ചിട്ടില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന്റെ തീരുമാനം സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയാണ്, അതായത് അപൂർണമായ ഒരു തീരുമാനമാണ് മജിസ്ട്രേറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടി, കേസിന്റെ നടപടികൾ അവസാനിപ്പിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന, 1 മണിക്കൂറിലധികം നീളുന്ന പ്രസംഗത്തിന്റെ സമ്പൂർണ്ണമായ ദൃശ്യങ്ങൾ കൂടി ഹൈക്കോടതി പരിഗണിച്ചു. അതിൽ ഹൈക്കോടതി പറയുന്നത്, ഈ ദൃശ്യങ്ങളിൽ നിന്നും സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. കാരണം ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ വാക്കുകളാണ്. അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ല കുന്തം, കൊടച്ചക്രം എന്നീ വാക്കുകൾ ഈ പ്രസംഗത്തിൽ മല്ലപ്പള്ളിയിൽ 2022 ജൂലൈ മാസം 3-ാം തീയതി വൈകിട്ട് നടത്തിയ ആ പ്രസംഗത്തിലെ ഈ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന അതിൻ്റെ അന്തസ്സത്തയ്ക്ക് യോജിച്ചതല്ല എന്നുകൂടി ഹൈക്കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത്
അത് ഭരണഘടനയ്ക്ക് നിരക്കുന്ന പ്രസ്താവനയല്ല സജി ചെറിയാൻ നടത്തിയത് എന്ന് തന്നെയാണ് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്, ഈ വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നത്. ഭരണഘടനാ പ്രസംഗത്തിലാണ് ഭരണഘടനയെ അവഹേളിച്ചു വന്ന ഈ പ്രസ്താവന 2022 ജൂലൈ മാസം 3 പ്രസ്താവനയിലാണ് തുടരന്വേഷണവും നടത്താനുള്ള ഉത്തരവ്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം, എത്രയും വേഗം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കണം, അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് ബെഞ്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഈ വിഷയമുണ്ടായിരുന്നത്. വിശദമായ വാദം കേട്ടതും ഒടുവിൽ ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ശരി, മന്ത്രി മേൽക്കോടതിയിലേക്ക് പോകുമെന്നാണ് നിലവിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അന്വേഷണമല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.